സക്സസ് ഫയലിലേക്ക് സ്വാഗതം. 2025-26 കാലയളവിലെ കേരള PSC ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷനാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ആപേക്ഷിക ആർദ്രത കൂടുതൽ ഉള്ള തണുത്ത നീണ്ട രാത്രികൾ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു. ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു. ഏതാണ്? തുഷാരം രൂപം കൊള്ളുവാൻ കാരണമാകുന്നു. തുഷാരം. ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം. ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം ഏതാണ്? സ്ട്രാറ്റസ് ആണ്. സ്ട്രാറ്റസ്. ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്നത് സ്ട്രാറ്റസ് മേഘങ്ങളാണ്. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആര്? സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഗവർണർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് ലാഹോറിലാണ്. ലാഹോർ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം കമന്റ് ചെയ്യുക. ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ഈ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം. അടുത്തത്, ഭൗതിക വെല്ലുവിളി നേരിടുന്നവരെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുവാൻ തീരുമാനിച്ച പദ്ധതി ഏത്? പദ്ധതി ഏതാണ്? പ്രചോദനം പദ്ധതിയാണ്. പ്രചോദനം പദ്ധതി. ഒന്നും കൂടി, ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായിട്ട് കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായിട്ട് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുവാൻ തീരുമാനിച്ച പദ്ധതിയാണ് പ്രചോദനം പദ്ധതി. എന്താണ് ക്യൂണി കൾച്ചർ? ക്യൂണി കൾച്ചർ എന്താണ്? ക്യൂണി കൾച്ചർ മുയൽ വളർത്തലാണ്. മുയൽ വളർത്തൽ. ശാസ്ത്രീയമായ രീതിയിലുള്ള മുയൽ വളർത്തലാണ് ക്യൂണി കൾച്ചർ എന്ന് അറിയപ്പെടുന്നത്. ക്യൂണി കൾച്ചർ, മുയൽ വളർത്തൽ. റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാരാണ്? റോബർട്ട് ബ്രൗൺ. റോബർട്ട് ബ്രൗൺ. ഓപ്ഷൻ സി ആണ് ഉത്തരം. കോശകേന്ദ്രം കണ്ടെത്തി. കോശകേന്ദ്രം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ. കോശകേന്ദ്രം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന, എവിടെയാണ്? പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. ഗ്ലോബുലിൻ. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതാണ്? ഗ്ലോബുലിൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? ബാക്ടീരിയ രോഗം അല്ലാത്തത് മിസിൽസ് ആണ്. മിസിൽസ്. ബാക്ടീരിയ രോഗമല്ലാത്തത് മിസിൽസ്. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരവുമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരവുമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം. പദ്ധതിയുടെ പേര് എന്താണ്? ആർദ്രം പദ്ധതി. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗം. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്നത് കണരോഗമാണ്. കണരോഗം. വിറ്റാമിൻ ഡി. ഭൂഗുരുത്വാകർഷണ ത്വരണം, അതായത് ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണ്? ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് ധ്രുവ പ്രദേശങ്ങളിലാണ്. ധ്രുവ പ്രദേശങ്ങളിലാണ് ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത്. ധ്രുവ പ്രദേശങ്ങൾ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് ശ്യാനബലം. ശ്യാനബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് ശ്യാനബലം. സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നതാണ് വേഗത.
ഓപ്ഷൻ എ ആണ് ഉത്തരം, വേഗത. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാം? ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും എന്ത് സംഭവിക്കുന്നു? കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമം ഉപയോഗിച്ചിട്ടാണ്? ബോയിൽ നിയമമാണ്. ബോയിൽ നിയമം. നിർവീര്യലായകമായ ജലത്തിന്റെ pH മൂല്യം 7 ആണ്. ജലത്തിന്റെ pH മൂല്യം എത്രയാണ്? 7. ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ pH ലായനിക്ക് എന്തു മാറ്റമുണ്ടാകുന്നു? pH ലായനി 7 കുറയുന്നു. pH ലായനി 7 എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത് ഏത് സംഘടനയാണ്? IUCN ആണ്. IUCN ആണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്. IUCN. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിയെന്ന് അവധിനെ പറ്റി പരാമർശിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിയെന്ന് അവധിനെ പറ്റി പരാമർശിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആര്? ഡൽഹൌസി പ്രഭുവാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഡൽഹൌസി പ്രഭു. നദികൾ വിവിധ നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതിൽ ഒന്നാണ് ഡെൽറ്റകൾ. താഴെ നൽകിയിട്ടുള്ള നദികളിൽ ഡെൽറ്റ സൃഷ്ടിക്കുന്ന നദി കണ്ടെത്തുക. ഡെൽറ്റ സൃഷ്ടിക്കുന്ന നദി ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കാവേരിയും മഹാനദിയുമാണ്. കാവേരിയും മഹാനദിയും. 1:50,000 സ്കെയിലിലുള്ള ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിൽ 2 സെന്റിമീറ്റർ അളവിലുള്ള ദൂരം യഥാർത്ഥത്തിൽ എത്ര കിലോമീറ്റർ ആണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ. താഴെ നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത്? ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ്? ഓപ്ഷൻ സി, സാദിയ ദുബ്രി. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതി ഏത്? ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതി ഏതാണ്? ക്യാബിനറ്റ് മിഷൻ പദ്ധതിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ക്യാബിനറ്റ് മിഷൻ പദ്ധതി. ഓപ്ഷൻ എ, ക്യാബിനറ്റ് മിഷൻ പദ്ധതി. സൈബർ നിയമങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുവാനുള്ള അധികാരം ആർക്ക്? സൈബർ നിയമങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം കേന്ദ്ര പാർലമെന്റിനാണ്. കേന്ദ്ര പാർലമെന്റ്. ഭരണഘടനയുടെ ആമുഖത്തിൽ വിട്ടുപോയ ഭാഗം എഴുതുക. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു ഡാഷ് സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് പരിഗണിക്കുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം, പരമാധികാരം. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്താണ്. ഗ്രാമപഞ്ചായത്ത്. രാത്രി കാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര്? രാത്രി കാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നിഴൽ പദ്ധതി. പദ്ധതിയുടെ പേര് നിഴൽ പദ്ധതി. ലോക തണ്ണീർത്തട ദിനം എന്ന്? ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 ആണ്. ഫെബ്രുവരി 2. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്.
കേരള സർക്കാരിൻ്റെ മന്ദഹാസം പദ്ധതി ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മന്ദഹാസം വയോജന സംരക്ഷണം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ല. ചിക്കൻ പോക്സ് രോഗം ഉണ്ടാക്കുന്ന വൈറസ് വാരിസെല്ല സോസ്റ്റർ വൈറസ്. ചിക്കൻ പോക്സ് രോഗം ഉണ്ടാക്കുന്ന വൈറസാണ് വാരിസെല്ല സോസ്റ്റർ വൈറസ്. നിറങ്ങൾ തിരിച്ചറിയുവാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ. തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് കോൺ കോശങ്ങൾ. ഉപ്പ് നിലനിർത്തൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത്? ഉപ്പ് നിലനിർത്തൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ആൽഡോസ്റ്റിറോൺ ആണ്. ആൽഡോസ്റ്റിറോൺ. ഉപ്പ് നിലനിർത്തൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ആൽഡോസ്റ്റിറോൺ. രക്തത്തിലെ ഏത് ഘടകം അനാരോഗ്യകരമായ അളവിലേക്ക് താഴുമ്പോഴാണ് അനിയന്ത്രിതമായ രക്തസ്രാവം ഉണ്ടാകുന്നത്? രക്തത്തിലെ ഏത് ഘടകം അനാരോഗ്യകരമായ അളവിലേക്ക് താഴുമ്പോഴാണ് അനിയന്ത്രിതമായ രക്തസ്രാവം ഉണ്ടാകുന്നത്? ത്രോംബോസൈറ്റ്സ് ആണ്. ഓപ്ഷൻ ഡി, ത്രോംബോസൈറ്റ്സ്. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതും പരിപാലിക്കുന്നതും ഏത് അന്താരാഷ്ട്ര സംഘടനയാണ്? റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതും പരിപാലിക്കുന്നതും IUCN ആണ്. IUCN. ബയോഡൈവേഴ്സിറ്റി എന്ന പദം പ്രചാരത്തിലാക്കിയ ജീവശാസ്ത്രജ്ഞൻ. ബയോഡൈവേഴ്സിറ്റി എന്ന പദം പ്രചാരത്തിലാക്കിയ ജീവശാസ്ത്രജ്ഞനാണ് എഡ്വേർഡ് വിൽസൺ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, എഡ്വേർഡ് വിൽസൺ. അന്തരീക്ഷ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അന്തരീക്ഷ ആർദ്രത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഹൈഗ്രോമീറ്റർ. രാത്രി കാഴ്ച ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം എന്താണ്? രാത്രി കാഴ്ച ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഇൻഫ്രാറെഡ് രശ്മികളാണ്. ഇൻഫ്രാറെഡ് രശ്മികൾ. ലോകത്ത് ആദ്യമായി സമ്പൂർണമായും ഹൈഡ്രജൻ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ച രാജ്യം. ലോകത്ത് ആദ്യമായിട്ട് സമ്പൂർണമായും ഹൈഡ്രജൻ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ച രാജ്യം ഏതാണ്? ജർമ്മനി. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ് എവിടെയാണ്? ഹൈദരാബാദ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഘടന. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. മുഖ്യ കമ്മീഷണർ പ്ലസ് പരമാവധി 10 കമ്മീഷണർമാർ. മുഖ്യ കമ്മീഷണർ പ്ലസ് പരമാവധി 10 കമ്മീഷണർമാർ. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര്? സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണർ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഗവർണർ. പോസ്കോ നിയമം ഏത് തരത്തിലുള്ള നിയമമാണ്? പോക്സ്കോ നിയമം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ലിംഗനിരപേക്ഷം, ജെൻഡർ ന്യൂട്രൽ ആണ്. പോക്സോ നിയമം ജെൻഡർ ന്യൂട്രൽ ആണ്. ഇന്ത്യയിൽ ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരികൾ. ശതവാഹനന്മാരാണ് ഇന്ത്യയിൽ ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരികൾ. താഴെ പറയുന്ന നദികളിൽ പടിഞ്ഞാറോട്ടൊഴുക്കുന്ന നദി ഏത്? പടിഞ്ഞാറോട്ടൊഴുക്കുന്നത് തന്നിരിക്കുന്നത് പാമ്പാർ, പമ്പ, ഭവാനി, കബനി എന്നിവയാണ്. ചോദിച്ചിരിക്കുന്നത് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏത് എന്നതാണ്.
ഓപ്ഷൻ ബി ആണ് ഉത്തരം. പമ്പ നദിയാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി. പാമ്പാർ, ഭവാനി, കബനി എന്നിവ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത്? നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകം നീർമഹൽ രുദ്രസാഗർ തടാകമാണ്. രുദ്രസാഗർ തടാകം. നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകം രുദ്രസാഗർ തടാകം. സമയമേഖലകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ്? സമയമേഖലകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. 12 സമയമേഖലകളാണ് ഉള്ളത്. സമയമേഖലകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഫ്രാൻസ്. അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലകളായി മാറുന്ന പ്രക്രിയ ഏതാണ്? അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലകളായിട്ട് മാറുന്ന പ്രക്രിയയാണ് ശിലാവൽക്കരണം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ശിലാവൽക്കരണം. ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ് ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. മധ്യപ്രദേശ്. സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സോനാമാർഗ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത് ദേശീയപാത 1 ദേശീയപാത 1 സോനാമാർഗ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? ഓപ്ഷൻ സി അതിർത്തി നിർണയ കമ്മീഷൻ ആണ്. അതിർത്തി നിർണയ കമ്മീഷൻ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന കേന്ദ്രാധിഷ്ഠിതമാണ്. ദേശീയ താൽപര്യങ്ങൾക്കാണ് എപ്പോഴും മുൻഗണന നൽകുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള അന്തർ സംസ്ഥാന സമിതി, ദേശീയ വികസന സമിതി, മേഖലാ സമിതികൾ, ആസൂത്രണ സമിതികൾ, ധനകാര്യ കമ്മീഷൻ എന്നിവ ഇതിന് തെളിവുകളാണ്. ആരുടെ അഭിപ്രായം ആണിത്? ആരുടെ അഭിപ്രായം ആണിത്? ഗ്രാൻവിൻ ആൻസ്റ്റിൻ ആണ്. ഗ്രാൻവിൻ ആൻസ്റ്റിൻ. അടുത്ത ചോദ്യം. രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേര്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേര്? സീറം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സീറം. മനുഷ്യരിൽ മാംസ്യത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നി ഏത്? മാംസ്യത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നി മാംസ്യം ട്രിപ്സിൻ ആണ്. ട്രിപ്സിൻ. താഴെ തന്നിട്ടുള്ള സൂചനകളിൽ നിന്ന് ഏത് രോഗമാണ് പ്രോട്ടോസോവ ഇനത്തിൽപ്പെടുന്ന രോഗകാരികൾ മൂലം ഉണ്ടാകുന്നത്? പ്രോട്ടോസോവ ഇനത്തിൽപ്പെടുന്ന രോഗകാരികൾ മൂലം ഉണ്ടാകുന്നത് ഓപ്ഷൻ ഡി ആണ് മലമ്പനിയാണ്. ഓപ്ഷൻ ഡി മലമ്പനി. ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഇപ്കയുടെ ആസ്ഥാനം എവിടെയാണ്? ഇപ്കയുടെ ആസ്ഥാനം ഡൽഹിയാണ്. ഇപ്കയുടെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹി. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുവാനുള്ള ഇന്ത്യയുടെ അഭിലാഷ ദൗത്യത്തിന്റെ പേരെന്താണ്? മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേര് ഗഗൻയാൻ. തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏതു പേരിലാണ് അറിയപ്പെട്ടത്? ഇറയിളി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇറയിളി. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശം? ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം ഏതാണ്? മലബാർ ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മലബാർ.
ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്കാണ്. 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക്. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്നത് സിന്ധു നദിയാണ്. സിന്ധു നദി. കേരളത്തിൽ സർക്കാർ നടപ്പിലാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏത്? കേരളത്തിൽ സർക്കാർ നടപ്പിലാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏതാണ്? ജീവനം. പദ്ധതിയുടെ പേരെന്താണ്? ജീവനം. ജീവൻ. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചത് ഓപ്ഷൻ എ ആണ് ഉത്തരം. ബ്രഡ്ലാൻഡ് കമ്മീഷൻ. ഓപ്ഷൻ എ ബ്രഡ്ലാൻഡ് കമ്മീഷൻ. ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത് ഗുരജട അപ്പറാവു. ഗുരജട അപ്പറാവു. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഓപ്പറേഷൻ സിന്ധു. ഓപ്പറേഷൻ സിന്ധു. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി ഓപ്പറേഷൻ സിന്ധു. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏത്? വകുപ്പ് 19 പെടാത്തത് ഓപ്ഷൻ സി ആണ് ഉത്തരം. നിയമത്തിനു മുമ്പിൽ എല്ലാവരും തുല്യരാണ്. സോഷ്യലിസം, മതേതരത്വം എന്ന 2 പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? ആമുഖത്തിലാണ്. സോഷ്യലിസം, മതേതരത്വം. സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി ചുവപ്പ് നാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി ഇ ഗവേണൻസിനെ കുറിച്ചുള്ള ഈ പ്രസ്താവന ആരുടേതാണ്? APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം. ഇ ഗവേണൻസിനെ കുറിച്ചുള്ള വാക്യങ്ങൾ എന്താണ്? സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി ചുവപ്പ് നാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി. ഈ ഗവേണൻസിനെ കുറിച്ചുള്ള ഈ പ്രസ്താവന APJ അബ്ദുൽ കലാമിൻ്റെതാണ്. ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏതാണ്? അന്ത്യോദയ അന്ന യോജന. അന്ത്യോദയ അന്ന യോജന. MGNREGAയുടെ പൂർണ്ണരൂപം. MGNREGAയുടെ പൂർണ്ണരൂപം. ഉത്തരം ഓപ്ഷൻ എ. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. MGNREGA. ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്? ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത് അനിയന്ത്രിതമായ ഭക്ഷണശീലം. അനിയന്ത്രിതമായ ഭക്ഷണശീലം. അമ്ലമഴയുടെ pH മൂല്യം ഏകദേശം 5.6 താഴെ. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണ്? 3-ാം ചലന നിയമം. 3.
വൈദ്യുതകാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടുതലുള്ള തരംഗം, ആവൃത്തി ഏറ്റവും കൂടുതലുള്ളത് ഗാമ തരംഗമാണ്, ഗാമ. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം, അതായത് ജിയുടെ മൂല്യം 0 m/s². ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR450 അനാച്ഛാദനം ചെയ്ത രാജ്യം CR450 എവിടെയാണ്? ചൈനയിലാണ്, ചൈന. നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു? സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ, സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതി, കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതി എഴുത്തച്ഛൻ പുരസ്കാരമാണ്, എഴുത്തച്ഛൻ പുരസ്കാരം. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കിയത്. എല്ലാം തന്നെ PSC അടുത്തായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. പഠിച്ചു വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.